ദുൽഖർ സൽമാൻ മിസ്സിംഗ് ആണ്. DQ മിസ്സിംഗ് ആണ് എന്ന് ഞാൻ നോക്കുമ്പോൾ ഒരു ചാനലുകളും റിപ്പോർട്ട് ചെയ്യാത്ത ഈ ഒരു ന്യൂസ് കർമ്മ ന്യൂസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവരുടെ മാത്രം എക്സ്ക്ലൂസീവ് സാധനമായിരുന്നു എന്ന് ദുൽഖർ സൽമാൻ കാണാനില്ല. മലപ്പുറത്തെ സംഭവത്തിന് ശേഷം ദുൽഖർ സൽമാനെ കാണാനില്ല. ഇതാണ് കർമ്മ ന്യൂസ് കൊടുത്തത്. ഇനി ആരെങ്കിലും കണ്ടു കിട്ടുന്നവരുണ്ടെങ്കിൽ 369 എന്ന നമ്പറിലേക്ക് അറിയിക്കുക. പൊളിറ്റിക്കൽ സട്ടയർന്ന് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. കർമ്മയുടെ ഈ എക്സ്ക്ലൂസീവ് ന്യൂസ് എന്താ നമുക്ക് നോക്കട്ടെ. നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. നടൻ ദുൽഖർ സൽമാനെ കാണാനില്ല എന്ന വാർത്തയാണ് പുറത്തേക്ക് വരുന്നത്. കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് വെച്ചാണ് അദ്ദേഹത്തെ കാണാതായത് എന്നാണ് പറയപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് ഒരു ദാരുണമായ സംഭവം അരങ്ങേറിയിരുന്നു. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ മലപ്പുറത്ത് ചെറിയ ചെറിയ ഫുട്ബോൾ ക്ലബ്ബുകളുണ്ട്. ഈ ക്ലബ്ബുകളിലൊക്കെ കളിക്കുന്നത് ചില ആഫ്രിക്കൻ രാജ്യങ്ങളിലുള്ള ചെറുകിട ഫുട്ബോൾ കളിക്കാരൊക്കെയാണ്. കഴിഞ്ഞ ദിവസം ഐവറി കോസ്റ്റിൽ നിന്നുള്ള ഒരു കളിക്കാരൻ്റെതായിട്ടുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഐവറി കോസ്റ്റുകാരനായ ഈ കളിക്കാരനെ കളിക്കിടയിൽ കാണികൾ വംശീയമായിട്ട് ആക്ഷേപിക്കുകയുണ്ടായി. മാത്രമല്ല അദ്ദേഹത്തിന് നിറം വെച്ചിട്ടും അദ്ദേഹത്തെ കറുത്തവെന്നും കറുത്ത കുരങ്ങെന്ന് ഒക്കെ വിളിച്ച് അദ്ദേഹത്തെ ആക്ഷേപിക്കുകയുണ്ടായി. സ്വാഭാവികമായിട്ടും മനുഷ്യൻ പ്രതികരിക്കും. അങ്ങനെ ആ കളിക്കാരൻ പ്രതികരിച്ചപ്പോൾ മലപ്പുറത്തെ നന്മയുള്ള ആളുകൾ അദ്ദേഹത്തിനെ കല്ലെറിയുകയും ശാരീരികമായിട്ട് ഉപദ്രവിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ മാനസികവും ശാരീരികവുമായിട്ടുള്ള ഉപദ്രവമെല്ലാം കിട്ടിയതിന് ശേഷം ഈ ഐവറി കോസ്റ്റുകാരനായിട്ടുള്ള കളിക്കാരൻ എംബസിയിൽ പരാതി കൊടുക്കുമെന്ന് പറഞ്ഞു. മാത്രമല്ല, കേരളം എന്നെ ഭയപ്പെടുത്തുന്നു എന്ന രീതിയിൽ പറഞ്ഞു. ഇനി കേരളത്തിൽ കളിക്കാൻ എനിക്ക് താല്പര്യമില്ല എന്ന തരത്തിലുള്ള വാർത്തകൾ വന്നു. പക്ഷേ ഇത് എല്ലാ മാധ്യമങ്ങളൊന്നും ഇത് വാർത്തയായി കൊടുത്തില്ല. ചില മാധ്യമങ്ങൾ മാത്രമാണിത് പ്രത്യേകമായിട്ട് വാർത്തയായിട്ട് കൊടുത്തത്. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, കേരളത്തിലായതുകൊണ്ട് ഇത് വളരെ ഒതുക്കിയാണ് നമ്മളോട് പറഞ്ഞത്. എന്നാൽ ഏതെങ്കിലും ഉത്തരേന്ത്യയിലായിരുന്നെങ്കിൽ ഇത് വലിയ രീതിയിൽ പറയുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ എന്താണ് ഇതും ദുൽഖർ സൽമാനുമായിട്ടുള്ള ബന്ധമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വാർത്ത പുറത്തു വന്നതിന് ശേഷം, ഇതൊക്കെ എല്ലാവരും അറിഞ്ഞതിന് ശേഷവും ദുൽഖർ സൽമാൻ ഇതിനെപ്പറ്റി ഒന്നും പ്രതികരിക്കുകയുണ്ടായില്ല. അതിൻ്റെ അർത്ഥം അദ്ദേഹം സ്ഥലത്തില്ല, അല്ലെങ്കിൽ അദ്ദേഹം മിസ്സിംഗ് ആണ് എന്നാണ്. കാരണം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പോലും അദ്ദേഹത്തിൻ്റെ തല അപമാന ഭാരം കൊണ്ട് കുനിഞ്ഞുപോയി എന്ന് അദ്ദേഹം പറഞ്ഞതാണ്. അതിനുള്ള കാരണം ഛത്തീസ്ഗഡിലോ മറ്റോ, അത് ഉത്തരേന്ത്യയാണല്ലോ, അവിടെ മറ്റോ ഒരു വിദേശ വനിത ആക്രമിക്കപ്പെട്ടു. അത് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അപമാന ഭാരം കൊണ്ട് എൻ്റെ തല കുനിഞ്ഞു പോകുന്നു എന്ന് പ്രതികരിച്ച വ്യക്തിയാണ് ദുൽഖർ സൽമാൻ. അതേ ദുൽഖർ സൽമാൻ മലപ്പുറത്ത് ഇങ്ങനൊരു സംഭവം നടന്നിട്ട് പ്രതികരിക്കുന്നില്ല എങ്കിൽ അതിനർത്ഥം അദ്ദേഹം ഇവിടെ ഇല്ലെന്നോ, നാട് വിട്ടെന്നോ, കാണാനില്ലെന്നോ, ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയെന്നൊക്കെ ആയിരിക്കാം. എന്തായാലും ദുൽഖർ സൽമാനെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള നമ്പരൊക്കെ പുറത്തു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ നമ്പർ ഇങ്ങനെയാണ് 369369369. അങ്ങനത്തെ നമ്പറാണ് കൊടുത്തിരിക്കുന്നത്. കർമ്മ ന്യൂസ് ഓക്കെ, അല്ലെങ്കിൽ വ്യൂസ് ഇല്ല, അപ്പൊ ഉള്ളത് വെച്ച് അടിച്ചു കയറ്റാനാന്ന് പറഞ്ഞിട്ടാണ് തോന്നുന്നുണ്ട്. ദുൽഖർ സൽമാൻ മിസ്സിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഇത് പേര് പോലെ തന്നെ വല്ലാത്ത കർമ്മ ആയിപ്പോയല്ലോടെ. അറിയാം, സംഘ് നാറ്റടിക്കുന്ന ചാനലാണ് എന്നുള്ളത് നന്നായിട്ട് അറിയാം. വാർത്ത വായിക്കണവന് മലപ്പുറം എന്ന് പറയുമ്പോഴത്തേക്കും അവനെ മേലുള്ളി ചൊറിഞ്ഞു വിട്ടുണ്ടോന്നുണ്ട്. ഇത് മലപ്പുറം ഇന്ത്യയിലുള്ളതല്ലേ? മലപ്പുറം ഇന്ത്യയിലല്ലേ? മലപ്പുറം മറ്റേ ഗൾഫ് രാജ്യത്താണോ? നമുക്ക് ഇത്ര ചൊറിയാൻ മാത്രം ഉള്ളത്. പിന്നെ ദുൽഖർ സൽമാനെ വലിച്ചതിൽ കൊണ്ടുവന്നതിൻ്റെ കാരണം, നോർത്തില് ഫോറിൻ ലേഡി ബൈക്ക് റൈഡറിനെ പിച്ച് ചീന്താണ് ചെയ്തത്, 7-8 ആള് ചേർന്നിട്ട്. ഇവിടെ ഓക്കെ, ഇത് ഒരു ചാനലും റിപ്പോർട്ട് ചെയ്തില്ല എന്നുള്ളൂ താങ്കളുടെ തള്ളു. എല്ലാ ചാനലും ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് ഒരു സംഭവം അവിടെ സംഭവിച്ചു, ഓക്കെ, അതിൽ കേസ് എടുത്തിട്ടുണ്ട്. അതിന് ദുൽഖർ സൽമാൻ അവിടുത്തെ ഇട്ടു, ഇവിടുത്തെ ഇതിട്ടില്ല എന്ന്. ദുൽഖർ സൽമാന്റെ ഇഷ്ടടയത് തനിക്ക് നോർത്ത് തൻ്റെ മറ്റേ മോദി രാജ്യം എങ്ങനെയാണുള്ള അവിടെ ആരെങ്കിലും ഈ പറഞ്ഞ പോലെ ഒരു ഇൻസിഡന്റ് റിപ്പോർട്ട് ചെയ്ത് അത് ഏതെങ്കിലും ഒരു സെലിബ്രിറ്റി ഇട്ട് കഴിഞ്ഞാൽ തനിക്ക് എങ്ങനെ ചൊറിയുന്നോ അതേപോലെ തന്നെ. മനസ്സിലായ? മലപ്പുറത്തിനെ പറയുമ്പോൾ നമുക്കും ചൊറിയും. സിമ്പിളാണ് കാര്യം. ഇതൊരു മാതിരി അടുപ്പിലൂതുന്നവൻ്റെ ആസനത്തിലൂതുന്ന പരിപാടി. ഏത് ചെങ്ങായിമാരുടെ ഞാൻ നല്ല ആലോചിക്കുകയാണ് ഇമാതിരിയൊക്കെ ചൊറി മനസ്സുണ്ടാവും എന്നുള്ളത്. കാരണം ഇത് ഓർത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അന്ന് സച്ചിൻ ടെണ്ടുൽക്കർ അവിടെ ആയിരുന്നു. വേറെ എല്ലാ സംഭവവും മൂപ്പര് പിടിച്ചിടും. ഫോറിൻ റൈഡറിന്റെ സംഗതി അങ്ങേർക്ക് ഇടാൻ പറ്റിയില്ലേ? അല്ല, കുറേ അങ്ങനത്തെ സെലിബ്രിറ്റീസ് ഉണ്ടല്ലോ. കങ്കണ റണോ എവിടെയായിരുന്നു?
ക്വാറന്റൈനിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊന്നും തപ്പി റിപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. ദുൽഖർ സൽമാൻ മലപ്പുറം, ആ ലിങ്ക് നിങ്ങൾ നോക്കണം. കഴിഞ്ഞിട്ടില്ല. ഇങ്ങനെ ചില പ്രത്യേക അസുഖമുള്ള ആളുകളുണ്ട്. നേരത്തെ പൃഥ്വിരാജിനും അതുപോലെ തന്നെ സുരാജ് വെഞ്ഞാറമ്മൂടെന്ന സിനിമാ നടനും ഈ അസുഖം കുറച്ച് കലശലായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ അസുഖം കലശലായി കഴിഞ്ഞപ്പോഴാണ് ചില സംഖ്യകൾ കുറച്ച് നല്ല ഡോസ് കൂടിയ മരുന്നുകൾ കൊടുക്കുകയുണ്ടായി. അങ്ങനെ ആ അസുഖത്തിന് കുറച്ച് ശമനം വന്നതിന് ശേഷം ഇപ്പോൾ വലിയ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. ഈ അസുഖത്തിൻ്റെ ഒരു പ്രത്യേകത എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൂരെയുള്ള കാര്യങ്ങൾ കാണാൻ പറ്റും, എന്നാൽ അടുത്തുള്ള കാര്യങ്ങളൊന്നും കാണാൻ പറ്റില്ല. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇതേ അസുഖത്തിൻ്റെ തുടക്ക സ്റ്റേജിലാണ് ദുൽഖർ സൽമാൻ. അപ്പോൾ ഇപ്പോൾ തന്നെ നല്ല ഡോസ് കൂടിയ ഒരു മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഈ അസുഖത്തിനെ നിയന്ത്രണത്തിലാക്കാൻ പറ്റിയേക്കും, അല്ലെങ്കിൽ ഇത് പിടിവിട്ടു പോകും. അതാണ് ഈ അസുഖത്തിൻ്റെ ഒരു പ്രത്യേകത. എന്തായാലും ദുൽഖർ സൽമാനെ കാണാനില്ല എന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലുള്ള ആ നമ്പറിൽ കണ്ടുകിട്ടുന്നവർ അറിയിച്ചാൽ നന്നായിരിക്കും. മലപ്പുറത്ത് ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ട്. മലപ്പുറത്തെ പറ്റി പറയുമ്പോൾ ചില ആളുകൾ ഭയങ്കര നന്മയുള്ള ആൾക്കാരാണെന്ന് പറയും. ഇതായിരിക്കും അവരുടെ ഒരുപക്ഷെ നന്മ. ഒരു വിദേശത്തു നിന്ന് വന്ന ഒരു കളിക്കാരൻ, അവൻ്റെ നിറം അല്ലെങ്കിൽ അവൻ്റെ വംശം അങ്ങനെ ആയതുകൊണ്ട് അവനെ ആ വംശത്തിൻ്റെ പേരിലും അവൻ്റെ നിറത്തിൻ്റെ പേരിലും അവനെ അപമാനിക്കുകയും ദേഹോപദ്രവം ചെയ്യിക്കുന്നതാണോ മലപ്പുറത്തെ നന്മ എന്ന് ചോദിച്ചു പോവുകയാണ്. ആ ഭാഗത്തൊക്കെയാണ് വെളുത്തിട്ട് പാറാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില ഫേസ് ക്രീമിൻ്റെയും മറ്റുമൊക്കെ പരസ്യം നമ്മൾ കണ്ടിരിക്കുന്നത്, റീലുകളും മറ്റുമൊക്കെ. ഇതേ സംഭവം കേരളത്തിന് പുറത്തായിരുന്നെങ്കിൽ ഇതേ ആളുകൾ തന്നെ ചോദിക്കുക, ഇതാണോ ആർഷഭാരത സംസ്കാരം, ഇതാണോ അതിഥി ദേവോ ഭവ എന്ന് ചോദിച്ച് കളിയാക്കിക്കൊണ്ടിരിക്കുന്നവർ ഇത് അറബ് സംസ്കാരമാണോ എന്ന് തിരിച്ചു ചോദിച്ചാൽ നിങ്ങളുടെ കുരു പൊട്ടാൻ പാടില്ല എന്നേ ഓർമ്മിപ്പിക്കുന്നുള്ളൂ. എനിക്കും എന്നോട് ചോദിക്കാനുള്ളത് തന്നെ, ആർഷഭാരത സംസ്കാരം ഇതാണോടെ? ഒരു മനുഷ്യന്റെ ജാതിയും മതവും നോക്കിയിട്ട് ആ മനുഷ്യനെ വേർതിരിച്ചിട്ട് അവിടെ വർഗീയത പുലമ്പുന്നതാണോ ആർഷഭാരത സംസ്കാരം? മോനെ, വെളുത്തിട്ട് പറഞ്ഞ ക്രീമല്ല, എനിക്ക് ചൊറിച്ചിലുള്ള ക്രീമുണ്ട്. സംഘികള് മറ്റേ എന്താ പറയാ, മറ്റേ ആസനത്ത് പറഞ്ഞ സാധനമല്ല, പ്രോപ്പറായിട്ട് എൻ്റെ ചൊറിച്ചിലുള്ള ക്രീം മലപ്പുറത്ത് കിട്ടും. വേണമെങ്കിൽ വന്നിട്ട് വാങ്ങിയിട്ട് തേച്ചിട്ട് പൊയ്ക്കോ. എന്നാലും എൻ്റെ ചൊറി മാറില്ല. കാരണം എന്താ, എൻ്റെ ചൊറി ഒന്നും തൊലിപ്പുറത്തല്ല. എൻ്റെയൊക്കെ ചൊറി കിടക്കുന്നത് എവിടെയാണ്? എനിക്ക് ഇവിടെയാണ്. ഇതിനകത്ത് കുത്തി കയറിയിരിക്കുകയാണ് ചാണകവെള്ളം. അല്ലാതെ എന്ത് പറയാനാ? ഓക്കെ, മലപ്പുറത്ത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായി, അതിൽ കേസായി. മലപ്പുറത്തുള്ളവരെന്നെ പറയുന്നു ചെയ്തത് ശരിയായി പോയില്ല. എന്നിട്ട് ഇതാ അടക്കണം ദുൽഖർ സൽമാനി മലപ്പുറത്തേക്ക് വലിച്ചിട്ട് ഉടന്ന്. ഇതെന്ത് പരിപാടിയോടോ ഇതൊക്കെ? എന്താണെങ്കിലും കർമ്മ ന്യൂസിന് ദുൽഖർ എവിടെയാണെന്ന് അറിയാത്ത ഒരു സങ്കടം കാണും. കയ്യിൽ മമ്മൂട്ടീൻ്റെ നമ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് വിളിച്ചു ചോദിച്ചു, അല്ലെങ്കിൽ മമ്മൂട്ടീൻ്റെ വീട്ടിലേക്ക് വെച്ച് വിട്ടാൽ മതി. അവിടെ ചെന്നാൽ മമ്മൂട്ടി പറഞ്ഞുതരും ദുൽഖർ എവിടെയാണെന്നുള്ളത്.